ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ രാവിലെ എഴുന്നേറ്റ് ഒരു 5:30 വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 3:30 എഴുന്നേറ്റും, ഇല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. കാരണം 4 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും തന്നെ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കുന്നത്. എങ്ങാനും ഞാൻ എഴുന്നേൽക്കാൻ വൈകിപ്പോയാൽ പിന്നെ അന്ന് എനിക്ക് തലവേദനയാണ്. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങില്ല. അപ്പം ഞാൻ ടെറസിൽ ഇറങ്ങും, അല്ലാണ്ട് മുറ്റത്തോട്ട് ഇറങ്ങാറില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഇരുട്ടായിരിക്കും മുഴുവൻ. അപ്പോൾ എനിക്കൊരു ഭയം, അതുകൊണ്ട് ഇറങ്ങാറില്ല. ഞാൻ ടെറസിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു തുളസിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആ തുളസിയൊക്കെ പറിച്ച്, അതുപോലെ തന്നെ അവിടെ കുറച്ച് പൂവ് ടെറസിൻ്റെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ട്. അപ്പോൾ ആ പൂവും കൂടെ ഞാൻ പറിച്ച് ആദ്യം തന്നെ വിളക്ക് വയ്ക്കുകയാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇങ്ങനെ വിളക്ക് കൊളുത്തി ചെയ്യുന്നത്. കാരണം അതിനു മുമ്പ് ഞാൻ എണീക്കും 4 മണിക്ക്, പക്ഷേ ഞാൻ നേരെ കുക്കിങ്ങിലോട്ടൊക്കെയാണ് പോകുന്നത്. ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണിക്ക് വിളക്കൊക്കെ വയ്ക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ആ തുളസിയൊക്കെ അവിടെ നിന്ന് തുളസിയും പൂവും അവിടെയുള്ള പൈപ്പിൽ തന്നെ ഒന്ന് കഴുകിയിട്ട് അകത്തോട്ട് വന്നിട്ടാണ് ഞാൻ വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ 5 വിളക്ക് 5 ചിരാതിൽ കത്തിക്കുന്ന ആ സിസ്റ്റമൊന്നും എനിക്കില്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു ഭദ്രദീപം തെളിയിക്കും. പിന്നെ എനിക്ക് അവിടെ കാമാക്ഷി വിളക്കുണ്ട്, അതും കൂടെ തെളിയിക്കും. കുറച്ചു കാലം മുമ്പ് ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങ് നിന്നു പോയതാണ്. പിന്നെ ചന്ദനത്തിരി, ധൂപം, പിന്നെ ആരതി എടുക്കുക, ഇത്രയും ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് പോകുന്നത്. ഒരുപാട് പേരിങ്ങനെ രാവിലെ വിളക്ക് വയ്ക്കുന്നത് നല്ലതെന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും അതങ്ങനെ തുടങ്ങി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ. എന്തായാലും 4 o'clock എഴുന്നേൽക്കും. അപ്പോൾ പിന്നെ ഇതങ്ങും ഒരു അരമണിക്കൂർ നേരത്തെ ആക്കിയാൽ ഇതും കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട്, അതായത് വിളക്ക് വയ്ക്കുന്നത് ഞാൻ പൊതുവേ 7 മണിക്കൊക്കെ ആയിരുന്നു. കാരണം എനിക്ക് കുക്കിംഗ് ആദ്യം ഞാൻ ചെയ്ത് തീർക്കുകയാണ് പതിവ്. 4 o'clock തന്നെ എഴുന്നേൽക്കും, പക്ഷേ കുക്കിങ്ങാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു സിസ്റ്റമാക്കിയപ്പോൾ ആദ്യം ഞാൻ വിളക്ക് കൊളുത്തുന്നത് കൊണ്ടാണ് 3:30 എഴുന്നേറ്റ്. അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടൂല എന്നൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3:30 എഴുന്നേറ്റ് കുളിച്ച് ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ധാര ചെയ്യും. യൂഷ്വലി 7 മണിയാവും ധാര ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത്ര നേരത്തെ തന്നെ ചെയ്യും. അതായത് ഞാൻ പറിച്ചുകൊണ്ട് വന്ന കുറച്ച് പൂക്കളും തുളസി ഉണ്ടായിരുന്നില്ലേ, അതും കൂടെ വിളക്കത്ത് വയ്ക്കും. ഞാനൊരു മോർണിംഗ് പേഴ്സണാണ്, അതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. കാരണം അല്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ അതിലും ഭേദം നേരത്തെ എഴുന്നേൽക്കുക എന്ന് തന്നെയുള്ളതാണ്. പിന്നെ ഞാൻ നൈവേദ്യമായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വയ്ക്കും. കാരണം ആ സമയത്ത് എനിക്ക് നൈവേദ്യം ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പം രാത്രി ഞാൻ നേരത്തെ കിടക്കും കേട്ടോ. 10 മണിക്കുള്ളിൽ ഞാൻ ഉറങ്ങിയിരിക്കും. കിച്ചണിൽ ഞാനൊരു ഗണേശനെയും അന്നപൂർണേശ്വരിയും വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കും. അപ്പോൾ തന്നെ ഒരു കിച്ചണിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് സ്മെല്ലൊക്കെ വരുമ്പോൾ ഒരു രസമാണ്. പിന്നെ ഞാൻ കുക്കിംഗ് തുടങ്ങും. ആദ്യം തന്നെ അരിയിടും. അതുപോലെ മെയിനായിട്ട് ചെയ്തതാണ് ചായ വയ്ക്കുക. കാരണം എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഞാനത് ഫസ്റ്റ് തന്നെ അത് ഇട്ട് വയ്ക്കും. അരി തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ബാക്കി ലഞ്ചിനുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. എനിക്കത് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു സമാധാനമാവുക. അപ്പം എന്തൊക്കെ ലഞ്ചിന് വേണോ അതൊക്കെ ഞാൻ ആ സമയത്താണ് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇതെല്ലാം തലേദിവസം അരിഞ്ഞ് വെക്കുന്നതുകൊണ്ടും തേങ്ങ ചിരണ്ടി വെക്കുന്നതുകൊണ്ടും എനിക്കത്ര ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് തന്നെ എൻ്റെ കഴിയും. ടൈം അധികം എടുക്കാറില്ല. എല്ലാം അരിഞ്ഞും തേങ്ങയും ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊക്കെ തലേദിവസം തന്നെ ചെയ്ത് വയ്ക്കും.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 5:30 മണിയായി. ഏകദേശം 5:35 ആകുമ്പോഴത്തേക്കും കറിയൊക്കെ ആവും. പക്ഷേ അരി തിളയ്ക്കാൻ കുറച്ചും കൂടെ സമയമെടുക്കും. പിന്നെ ഞാൻ കുറച്ച് നേരം ചായയും കുടിച്ച് അവിടെ ഇരിക്കും വെറുതെ. ലഞ്ച് പാക്ക് ചെയ്യണം, അതുകൊണ്ടാണ് നേരത്തെ. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും കൂടെ കഴിയും സമയം. ഇപ്പോഴൊന്നും ചെയ്യാറില്ല, കുറച്ചും കൂടെ കഴിയും. കുറച്ച് നേരം വെറുതെ ഒക്കെ ഇരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഇരിക്കുന്നത് കൊണ്ട് അത് കറി ഉണ്ടാക്കുന്ന പരിപാടിയില്ല. പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കണം, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം നടക്കാനായിട്ട് ഇറങ്ങി, കാരണം സമയം കിട്ടി. അതുകൊണ്ട് സാധാരണ ഞാനിങ്ങനെ ഇറങ്ങാറില്ല, പക്ഷേ ഞാൻ വിചാരിച്ചു അതും ഒരു റൂട്ടീനാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് മുതൽ സത്യം പറഞ്ഞാൽ നടക്കാനും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ വീടിന് മുമ്പിൽ ഇങ്ങനെ സ്ഥലമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. അപ്പോൾ ഇതും ഒരു റെഗുലർ ആക്കണം എന്നാഗ്രഹിച്ച് നടക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.